മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ മഞ്ജുവിൻ്റെ ഇടയിലേക്ക് എത്തിയിട്ട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. താനാണ് തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ എന്നുള്ള കാര്യം മഞ്ജുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, നീ എന്താടി വിചാരിച്ചത്, വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനെല്ലാം അങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതിയെന്ന് ചോദിക്കുമ്പോൾ മാനസ തൻ്റെ ഫോണിലിരുന്ന മേഘനാഥിൻ്റെയും തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെയും താനും ഒപ്പം വരുന്ന ഒരു ഫോട്ടോ മഞ്ജുവിന് നേർക്ക് കാട്ടുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണിക്കുന്നത്. മേഘനാഥിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മഞ്ജുവിൻ്റെ മുമ്പിൽ മാനസ തുറന്നു പറയുന്നുണ്ട്. ഞാനും നീയും മാത്രം അടങ്ങുന്ന ഒരു ലോകമൊന്നുമല്ല അയാൾക്ക് ഇനിയും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. നീ അയാളുടെ ഫോണൊക്കെ എടുത്തൊന്ന് നോക്കിയേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമാണെന്ന് നീ വിശ്വസിച്ചാലോ എന്നൊക്കെ മാനസ മഞ്ജുവിനോട് പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ അന്ന് ആദ്യ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജുവിന് മേഘനാഥൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ പറ്റിയുള്ള സ്വപ്നങ്ങളെല്ലാം മഞ്ജുവിന് അവിടെ തകരുകയാണ് ചെയ്യുന്നത്. മാനസ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാനൊരിക്കലും നിന്നെയോ നിൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വന്നതല്ല, ഇതൊക്കെ നീ അറിയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ മാനസ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. മഞ്ജുവിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്നത്? മേഘനാഥൻ്റെ ചുരുളുകളെല്ലാം അഴിച്ച് വിട്ടിരിക്കുകയാണ് നമ്മുടെ മാനസ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് വരാം. ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.